ഒരു കാലത്ത് UBC മാത്രമേ ജയിക്കുമായിരുന്നുള്ളൂ. പക്ഷേ ഇക്കുറി കൈനകരി UBC മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമായ ഒരു കാര്യമാണ്. ഒറ്റക്കെട്ടായിട്ട് നീങ്ങിയെങ്കിലേ ഈ സംഗതി കിട്ടുള്ളൂ. ഇപ്പോഴത്തെ കളി എന്ന് പറഞ്ഞാൽ കളിക്കാൻ പോകുന്ന കാച്ചുണ്ടാക്കുക. അത് ജയിക്കണമെന്നില്ല, കാശിന് വേണ്ടി. വള്ളക്കളി നമ്മൾ തുടർച്ചയായിട്ടുണ്ടായിരുന്നു. 2018 നിർത്തിയതാണ്. അതിനുമുമ്പ് എല്ലാ വള്ളത്തിലും UBCയുടെ സകല വള്ളത്തിലുണ്ടായിരുന്നു, തുടർച്ചക്കാരനായിട്ടും നിലകാരനായിട്ടും. അന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പട്ടിണി കിടന്നൊക്കെ ആണെങ്കിലും തുഴയാൻ പോകാൻ മനസ്സുണ്ട്. അപ്പം ഏത് രീതിയിലും വള്ളം ജയിപ്പിച്ചെടുക്കണം എന്നല്ലാണ്ട് ഏത് രീതിയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം കൊണ്ട് കാഴ്ചവെക്കുന്ന ആ പ്രകടനം നല്ല രീതിയിൽ കാഴ്ചവെച്ച് പ്രതിഫലം വാങ്ങിക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ അന്ന് കയറുന്ന എല്ലാവർക്കും. പിന്നെ MP തങ്കപ്പൻ എന്ന് പറഞ്ഞ ആളാണ് ഞങ്ങളുടെ അമരക്കാരനായിട്ട് വന്നിട്ടുള്ളത്. അദ്ദേഹം ഇടയ്ക്ക് വെച്ച് ഞങ്ങളിൽ നിന്നും വിട്ടുപോയി. അതൊരു ഗോപാലൻ ശാന്തി, അതുപോലെ വാടകയിൽ പുരുഷോത്തമൻ, ഇങ്ങനെ അതുപോലെ പിന്നെ ജോച്ചായൻ, പിന്നെ വാടക്കളം, ഇങ്ങനെയുള്ളവരാണ് ഞങ്ങളുടെ അമരക്കാരായിട്ട് നിന്ന് ഈ വള്ളങ്ങൾ നയിച്ചിരുന്നത്. തുമ്പിച്ചായനാണ് ഒന്നാം തുടക്കാരൻ. 23 വർഷക്കാലം ഒന്നാം തുടക്കിരുന്ന് തുഴഞ്ഞ് പല കളികളിൽ ജയിപ്പിച്ചിട്ടുള്ള ആളാണ് തുമ്പിച്ചാൻ. അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം പിന്നെ നമ്മൾ എല്ലാ മാന്യതയും കൊടുത്താണ് അത് ക്ലബ്ബ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. കാരണം അത്ര കൊണ്ട് ആത്മാർത്ഥമാണ്. അതുപോലെ തന്നെ നമ്മുടെ തട്ടുങ്കൽ വേവിച്ചൻ UBC ക്ലബ്ബ് ഞാൻ കയറിയ കാലം മുതൽ തന്നെ, അല്ലെങ്കിൽ തന്നെ എൻ്റെ അപ്പന്മാരുടെ കാലം മുതലാണെങ്കിലും ഇത് പേരെടുത്ത് നിൽക്കുന്ന ഒരു ക്ലബ്ബ് തന്നെ. പക്ഷേ ഞാൻ കയറിയ സമയം മുതലും ഈ ഇടയ്ക്ക് കുറച്ചായി കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് മാറി. എങ്കിലും എൻ്റെ മനസ്സിൽ നിന്ന് ഇത് വിട്ടുപോയിട്ടില്ല. UBCയുടെ ക്ലബ്ബ് തന്നെ മുന്നോട്ട് വരണം, അത് നല്ല രീതിയിൽ കാഴ്ചവെക്കണം എന്ന് നല്ല രീതിക്ക് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കൈനകരി UBCയുടെ പേരിലുള്ള ടീം ഇക്കുറി മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല. ഇതിൻ്റെ സംഘാടകരുടെ പിഴവാണ് സംഭവിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ സ്വഭാവമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലബ്ബായിരുന്നു കൈനകരി UBC. ഞങ്ങൾ ചെറുതന വള്ളത്തിൽ കളിക്കാൻ, പിന്നെ നെഹ്റു ട്രോഫി കളിക്കാൻ അഡ്വാൻസ് കൊടുത്തേച്ചും ഇവിടെ വന്നപ്പോഴാണ് ഞാനിവിടെ പള്ളാത്തിലാണ് താമസിക്കുന്നെങ്കിലും ഞാൻ UBCയുടെ പിന്നെ അപ്പം അവർ പള്ളാത്തുരുത്തുകാർ പോയി കല്ലൂപ്പറമ്പൻ എടുക്കാൻ പോകുന്നൊരു അറിവ് കിട്ടി. അത് ഉടനെ തന്നെ എനിക്ക് എൻ്റെ വയസ്സ് എപ്പോഴാണ് കല്ലൂപ്പറമ്പൻ 1992 ജയിച്ചേക്കുന്ന വള്ള കല്ലൂപ്പറമ്പൻ. ആ കല്ലൂപ്പറമ്പൻ ഇവരെടുത്തുകൊണ്ട് വന്നാൽ നമുക്ക് തോൽവി സംഭവിക്കുമെന്നുള്ള പേടിയിൽ ആ ചെറുതന വള്ളക്കാരോട് അപേക്ഷിച്ചിട്ട് ഞങ്ങൾ ഇത് ഞങ്ങളുടെ ടീം അംഗങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, അവർ വേറെ പിന്നെ അതുകൊണ്ട് ഇത് വേണ്ടെന്ന് പറയണം. അതുകൊണ്ട് ഞങ്ങൾ കല്ലൂപ്പുറമൻ പോയി ഞാനും ഞങ്ങൾ പോയി എടുക്കുകയാണ്, ഞങ്ങൾ കമ്മിറ്റിക്കാർ പോയി. ആ കല്ലൂപ്പുറമൻ വള്ളം ഇവിടെ കൊണ്ടുവന്ന് ഇപ്പോഴാണ് അതിൻ്റെ പരാധീനത ഞങ്ങൾ മനസ്സിലാക്കുന്നത്. വഴുക പരുവത്തിൽ ഇങ്ങനെ വരും, വളഞ്ഞു വരും. ആ വള്ളത്തിലാണ് ഞങ്ങൾ കളിച്ചത്. പിന്നെ തുഴഞ്ഞിട്ട് ഒരു രക്ഷയില്ല. ആദ്യം ചക്കങ്കരി അമ്പലത്തിൽ കയറി ഇട്ട് വെച്ച് ഞങ്ങളൊന്ന് മുറുക്കിയിട്ട് വെള്ളം ഇറങ്ങി കളിച്ചപ്പം കുറേ മാറ്റം വന്നു. അന്ന് ഞങ്ങൾ പിന്നെ ആദ്യം ബുക്ക് ചെയ്ത ചെറുതന വള്ളം പള്ളാത്തുരുത്തുകാരാണ്. ആ വള്ളം ആ വള്ളം അതുപോലെ ആലപ്പി ടൗൺ തുഴഞ്ഞ ആനാരി വള്ളവും ഞങ്ങളെക്കാൾ 20 സെക്കൻഡ് വീതം കുറച്ച പിന്നെ ട്രയലിന് വന്നിരുന്നു. എങ്ങനെ ജയിക്കും? ഞാൻ പൊട്ടിക്കരയാത്ത ഒറ്റ ദിവസമില്ല. ദൈവമേ, എന്ത് സംഭവിക്കും? UBC എന്നെ കിടത്തു, പള്ളാത്തുരുത്ത് എന്നെ കിടത്തു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അവിടെയും ദൈവം ഞങ്ങളെ സഹായിച്ചു. അതിൻ്റെയും ക്രെഡിറ്റ് ഞാൻ തട്ടങ്കൽ ബേബിച്ചിന് കൊടുക്കുക. കാരണം അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ടാണ് എറിഞ്ഞ് പിള്ളേരുടെ പള്ളയ്ക്കെല്ലാം മുള കഴിച്ചാണ് ഞങ്ങൾ ഫിനിഷ് ചെയ്തത്. അത്ര കണ്ട് ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ. ഇന്നും UBC എന്ന് പറഞ്ഞാൽ ജീവന. UBC കൈനീരിയിലൂടെ ആണ് ഞാൻ വള്ളംകളി രംഗത്ത്
വളർന്നു വന്നത്. വള്ളംകളി എനിക്ക് UBC കഴിഞ്ഞുള്ള വള്ളംകളിയിൽ വേറെ ഒരു വള്ളംകളിയും എനിക്കില്ല. 15 കൊല്ലം തുഴച്ചിക്കാരനും 15 കൊല്ലം UBC കൈനഗിരിയുടെ അമരക്കാരനുമായിരുന്നു. അവസാന നാളുകളിൽ 5-8 കൊല്ലം ഒന്നാം അണിയക്കത്ത് നിന്ന് വളരെ പേരെടുത്ത് തന്നെ വളരെ UBC തെറ്റുപോയ കാലഘട്ടത്തിൽ വള്ളത്തിൻ്റെ പ്രസിഡൻറ്റും ഞാൻ ഇവിടെ ആലപ്പുഴ താമസമായി കഴിഞ്ഞാണ് വെളുപ്പിൻ്റെ പ്രസിഡൻറ്റും ഒന്നാം അമരക്കാരനായിട്ട് തിരഞ്ഞെടുക്കുന്നതും ചമ്പക്കടം വള്ളമെടുത്ത് നമ്മൾ ഹാട്രിക് എടുത്ത് ജയിക്കുന്നത് 89, 90, 91 കാലഘട്ടത്തിൽ. അത് കഴിഞ്ഞ് നമ്മൾ 92 തുഴഞ്ഞില്ല. 93 കല്ലൂപ്പറമ്പനെടുത്ത് കളിയുടെ 2 ദിവസം മുമ്പ് അവസാന ട്രയലിൽ നിന്ന് നമുക്ക് വള്ളം നടുവേ ഒടിയുന്നു. ആ ഒടിഞ്ഞ വള്ളം നമ്മൾ എച്ച് കെട്ടി തുഴഞ്ഞ് ജയിക്കുകയാണ്. അതൊക്കെ ദൈവാനുഗ്രഹത്തിൻ്റെ വലിയ അനുഗ്രഹമാണ് നമ്മൾ അനുഭവിച്ചറിഞ്ഞത്. അത് ഇപ്പോൾ ആരും മറന്നു പോകാനൊക്കത്തില്ല. ദൈവത്തിൻ്റെ ആ വലിയ പദ്ധതിയാണ് നമ്മളെ കാത്ത് പരിപാലിച്ച് ഈ രംഗത്ത് കൊണ്ടുവന്നതും നിലനിർത്തുന്നതും. UBC ഉണ്ടോ, അപ്പോൾ പിന്നെ ഞങ്ങളില്ല, പോയിട്ടൊരു കാര്യവുമില്ല എന്നൊരു മാനസികാവസ്ഥ പല ടീമുകളുടെ ഇടയിലുണ്ടായപ്പോൾ അന്ന് ഞങ്ങളൊരു തീരുമാനം എടുത്തു. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം, ഈ വള്ളംകളിയുടെ ശോഭ കെട്ടുപോവുകയാണ്, നമ്മൾ സ്ഥിരമായി പങ്കെടുക്കുന്നു, നമ്മൾ തന്നെ ജയിക്കുന്നു, അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല എന്ന മാനസികാവസ്ഥയിൽ പല ടീമുകളും എത്തി. പലരും വരാതിരിക്കുന്നതിലൂടെ നെഹ്റു ട്രോഫിയുടെ ശോഭ തന്നെ കെട്ടുപോകുന്ന ഈ സാഹചര്യത്തിൽ ഇനി നമുക്ക് 2 വർഷം മത്സരിക്കേണ്ട, 3ാമത്തെ വർഷം പോയാൽ മതി എന്ന് വരെ തീരുമാനിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത്രയേറെ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച കായിക താരങ്ങൾ പണിയെടുക്കുന്നവരാണ്. മത്സ്യത്തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, കൃഷിക്കാർ, ഇവരെല്ലാം ഒറ്റക്കെട്ടായി അണിനിരന്ന് ലോക പ്രശസ്തി നേടിയ ഒരു ടീം. ആ കാലഘട്ടത്തിൽ നമ്മുടെ ടീമില്ലേ, നമ്മുടെ നാട്ടിൻപുറത്തെ ടീമുകൾ, അവർ പിന്നെ ഇങ്ങനെ മത്സ്യത്തൊഴിലാളികളും അല്ലെങ്കിൽ കണ്ടെത്തി പോകണമല്ലോ, ആ ടീമിന് വളരെ ദാരിദ്ര്യ അവസ്ഥകളിലൂടെ കടന്നു പോണ ഒരു ടീമൊക്കെ ആണല്ലോ. അപ്പം അവരുടെ ഒരു ത്യാഗങ്ങളെ എങ്ങനെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് പറയാൻ പറ്റും? പകല് തുഴച്ചിലിന് പോണ്, വൈകിട്ട് വന്നിട്ട് ഈ മത്സ്യത്തൊഴിലാളിയാണ് ഞാൻ. അപ്പോൾ അന്നും ഇതേ ലെവലിൽ തന്നെ പോണ്, തുഴച്ചിൽ കഴിഞ്ഞ് വൈകിട്ട് വരും, വന്നേച്ച് പൊങ്ങ് കെട്ടാനും കൊഞ്ചിൻ്റെ സമയമൊക്കെ ആയിരിക്കും, കന്നിമാസം ആകുമല്ലോ. എന്നിട്ട് ആ സമയത്തുള്ള ജോലി കൂടുതലും കൊഞ്ചിൻ്റെ പണിയാണ്. അതുപോയി ഒരു സമയം ഒന്ന് നിരത്തി അരിക്കുള്ളത് കിട്ടി കഴിയുമ്പം അവിടെ കിടന്ന് തന്നെ മയങ്ങിപ്പോവും ക്ഷീണം കൊണ്ട്. പകലൊന്ന് കിടക്കാനൊക്കെയല്ല, ട്രെയിലിന് പോകുന്ന ആ ക്ഷീണമുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിച്ചെങ്കിൽ കഴിച്ച് അങ്ങനെ അങ്ങ് കിടന്നുറങ്ങും. പിന്നെ വീട്ടിൽ വന്ന് വെളുപ്പാങ്കാലത്ത് വീണ്ടും രാവിലെ പോകാനുള്ള വഴി പോയിക്കൊണ്ടിരിക്കുന്നു. അതിനൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തന്നെ അന്ന് നടന്നിട്ടുണ്ട്. ഇപ്പോഴും നടക്കുന്നുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ചില കാഴ്ചപ്പാട് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും, അല്ലാതെ അങ്ങനെയൊക്കെ സഹായിക്കേണ്ടതൊക്കെ ഒരു പരിധിയൊക്കെ ബുദ്ധിമുട്ടുള്ള സഹായിച്ചാൽ അതിൻ്റെ പ്രയോജനം കിട്ടിയാനേ. പക്ഷേ അതിനൊന്നും നമ്മുടെ നടന്നില്ല. അതിനൊന്നും പരിസ്ഥിതി നമുക്കില്ലായിരുന്നു. നമ്മളതിനെ കടം മേടിച്ചും അവനവനും കൈ കാശ് മുടക്കിയല്ലേ കളിക്കുന്നത്, അല്ലാതെ വല്ലതും ഇങ്ങോട്ട് നമുക്ക് തന്ത്രമാണ് കളിക്കുന്നത്. ഇപ്പോഴത്തെ കളി അതാണ്. ഇപ്പോൾ കോടികൾ സംഭാവന ചെയ്യാനും കളിപ്പിക്കാനും ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുക. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കാശിന് വേണ്ടിയിട്ട് പോകുന്ന, ഇപ്പം അത് ജയിക്കണമെന്നില്ല, കാശിന് വേണ്ടിയിട്ട് വള്ളക്കളി വരുമ്പോൾ കുറേ ആളുടെ സംഘടിപ്പിക്കുക, കിളമ്പൊക്കെ അറിയാതെ ഒരു പൊതുയോഗം വിളിക്കുക, ഒരു വള്ളം കണ്ടെത്തുക, പിന്നെ അവരുടെ ഇഷ്ടത്തിനുള്ള കാശിനായിട്ടുള്ള മാത്രം കളി. ജയിക്കണമെന്നുള്ള താല്പര്യം ഇല്ലായിരുന്നു അവർക്ക്. ഇത്തവണ UBC ഫാൻസ് എന്ന രൂപത്തിലാണ് നെഹ്റു ട്രോഫി മത്സരത്തിൽ UBCയുടെ തന്നെ തുഴച്ചിക്കാരായിട്ടുള്ള കുറേ ആളുകളും നാടിൻ്റെ നാനാദിക്കിൽ നിന്നുള്ള കുറേ ആളുകളെയും ചേർത്തുകൊണ്ടുള്ള ഒരു മത്സരത്തിൽ UBC ഫാൻസ് പങ്കെടുക്കുന്നത്. എന്തുകൊണ്ട് UBC ടീമിന് ഇങ്ങനൊരു അപജയമുണ്ടായി എന്നുള്ളത് ഈ നാട്ടിലെ കായിക പ്രേമികൾ, UBCയുടെ ഫാൻസ് എന്ന് പറയുന്നവർ തന്നെ ചിന്തിക്കേണ്ട ഒരു സമയമാണ്. ഈ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ടുള്ള UBCനെ ഒന്ന് വിലയിരുത്താമോ? എന്താണ് UBCയുടെ ഒരു പരാജയത്തിൻ്റെ കാരണമായിട്ട്? ഇപ്പം നമ്മുടെ അയൽ ക്ലബ്ബുകളായ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് 5 തുടർ ജയങ്ങൾ ജയിച്ചു. നമ്മുടെ അയൽ ക്ലബ്ബായ വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനേരി കഴിഞ്ഞ വർഷം കപ്പ് നേടി. അപ്പം ഈ അയൽ ക്ലബ്ബുകൾക്ക് കപ്പ് നേടാൻ കഴിയുന്നുണ്ട്, പക്ഷെ നമുക്ക് എന്നിട്ട് കപ്പ് നേടാൻ കഴിയുന്നില്ല. ഇതിനെ ഒന്ന് വിലയിരുത്താൻ പറ്റും? അതിനെ വിലയിരുത്തുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ഉദ്ദേശത്ത് വിലയിരുത്തുമ്പോഴത്തേക്ക് നേതൃത്വം വഹിക്കുന്ന ആളുകളുടെ പിടിപ്പ് കൊണ്ടുവന്നതാണെന്നാണ് ഞാൻ മുഖവിലെടുക്കുന്നത്. കാരണം നമ്മളെ അനുസരിക്കാനായിട്ട് പഠിക്കണ ഈ രാഷ്ട്രീയ കാഴ്ചപ്പാടോ സാമ്പത്തിക കാഴ്ചപ്പാടോ ഇതിന് മുലവിലെടുക്കാൻ പാടില്ല. അത് രണ്ടും കലർന്നു കൂടിയപ്പോഴത്തേക്കാണ് ഈ പ്രശ്നങ്ങളുണ്ടായിരിക്കുന്നത്. നാട്ടിലെ ജനങ്ങൾ വാർഡടിസ്ഥാനത്തിൽ സദ്യ ഒരുക്കി തന്നാണ് UBCയെ നെഹ്റു ട്രോഫിയിലേക്ക് അയക്കുന്നത്. ട്രോഫി നേടി വന്നു കഴിഞ്ഞാൽ
നാട്ടുമ്പുറത്തെ നമ്മുടെ സഹോദരിമാർ, സ്ത്രീകളടക്കം ഈ നാട്ടിലെ ജനങ്ങൾ, ആബാലവൃദ്ധം ജനങ്ങൾ വീടിൻ്റെ മുൻപിൽ നിലവിളക്ക് കൊത്തിച്ചു വെച്ച് പ്രാദേശികമായി അവർ സംഘടിച്ച് നമ്മുടെ നദീതീരങ്ങളിൽ നിലവിളക്ക് കത്തിച്ചു വെച്ചിട്ടാണ് വരവേറ്റുകൊണ്ടിരുന്നത്. ആ UBCക്കാണ് ഇന്ന് ഈ അപജയം ഉണ്ടായിരിക്കുന്നത്. അത് ഈ ഒന്നാം സ്ഥാനത്തെത്തണം, തക്കതായ പ്രതിഫലം നമുക്ക് അന്നേരമാണല്ലോ കിട്ടുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല, പൈസയോ മറ്റു കാര്യങ്ങളൊന്നുമല്ല. ആ കിട്ടേണ്ട പ്രതിഫലം അവിടെ ചെന്ന് കഴിയുമ്പം ഞങ്ങൾക്കത് വാങ്ങിക്കണം, എന്ത് വില കൊടുത്തും വാങ്ങിക്കും എന്നൊരു ദൃഢനിശ്ചയത്തോടു കൂടിയാണ് പോകുന്നത്. അത് ആരൊക്കെ എന്തൊക്കെ തരാം എന്ന് പറഞ്ഞാലും ഞങ്ങൾ ആ ഭാഗത്തേക്ക് ഗവനിക്കുകയല്ല. ഞങ്ങൾക്ക് ഈ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഒന്ന്. കൈനകരി UBC അപ്രതിരോധ്യ ശക്തിയുടെ ഉടമകൾ എന്ന രൂപത്തിലാണ്. അന്ന് UBCയെ പ്രതിരോധിക്കാൻ, UBCയെ നേരിടാൻ ഒരൊറ്റ ടീമും കേരളത്തിലുണ്ടായിരുന്നില്ല. അത്ര കെട്ടുറപ്പുള്ള, അത്ര അച്ചടക്കമുള്ള ഒരു ടീമായിരുന്നു കൈനകരി UBC. അതുപോലെ തന്നെ UBCക്ക് വേണ്ടി ഇന്ന് പലരും ഇപ്പം ഇല്ല. പലരും എന്ന് പറഞ്ഞാൽ ഒരു വിജയപ്പൻ എന്ന് പറയുന്ന പുള്ളി സെക്രട്ടറി ആയിട്ടും ക്യാപ്റ്റനായിട്ടൊക്കെ ആയിരുന്നു. അന്ന് ആ വിജയപ്പനാണ് ഇതിൻ്റെ ക്യാപ്റ്റനായിട്ട് ജയിച്ചു. കല്ലുവപ്പറമ്പൻ ക്യാപ്റ്റനായിട്ട്. അന്ന് ഞാൻ പൊട്ടിക്കറിയാത്ത ഒറ്റ ഇതെല്ലാം, കാരണം അതിൻ്റെ എനിക്ക് ബുദ്ധിമുട്ട് വരും. കാരണം അത് തോറ്റു കഴിഞ്ഞാൽ രണ്ട് കൂട്ടർ പിന്നെ പറയും, സാറ് നമ്മൾ ബുക്ക് ചെയ്ത വെള്ളമാണ്, അത് എടുക്കാതെ ഇത് പോയി എടുത്തുണ്ട്. അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് നിന്നു. അവിടെ നിന്നും ഞങ്ങൾ കരകയറ്റി. അത് ദേവിച്ചൻ്റെ ആത്മാർത്ഥയും ഭക്തിയും ആ ദൈവാധീനമാണ് എൻ്റെയും. അതുപോലെ എൻ്റെയും ദൈവാധീനമാണ് ആ സംഭവം. പക്ഷേ 93 ജയത്തിന് ശേഷം നമ്മൾ 95, 96, 97 ജേക്കബ് ചേട്ടൻ ക്യാപ്റ്റനായിട്ട് കളിച്ചു, പരാജയപ്പെട്ടു. പിന്നെ സുധീർ ക്യാപ്റ്റനായിട്ട് വീട്ടിൽ ചമ്പക്കുളത്തെ കളിക്കുന്നുണ്ട് 99. അപ്പോൾ ആ കാലഘട്ടത്തിലുമൊക്കെ തന്നെ നമ്മളൊരു ജയിച്ച ഒരു തുടർ ജയങ്ങളുടെ ഒരു 4 ജയങ്ങൾക്ക് ശേഷം പിന്നെ തുടർ പരാജയങ്ങൾ 5. പക്ഷെ ആ സമയത്ത് നമ്മുടെ ടീമിന് കെട്ടുറപ്പുണ്ട്, നല്ല കെട്ടുറപ്പുണ്ട്, എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് പോകുന്നത്. പക്ഷെ ആ പരാജയങ്ങളുടെ കാരണങ്ങൾ വള്ളം തിരഞ്ഞെടുത്തതിൻ്റെ ആണോ അതോ ടീമിൻ്റെ ശക്തി എങ്ങനെയാണ് കുറഞ്ഞു പോയതാണോ, എന്താണെന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? ടീമിൻ്റെ ശക്തി കുറഞ്ഞോ? ഒന്നിനൊന്നും മറ്റുള്ളവരുടെ എല്ലാം അതേ രീതി നമ്മുടെ സെയിം രീതി തന്നെ വളർന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. നമ്മളൊപ്പം തന്നെ മറ്റുള്ള ക്ലബ്ബുകാരും എല്ലാം വളർന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അപ്പോൾ ക്ഷീണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത്തവണ ഇപ്പോൾ കളിക്കുന്ന കൂട്ടത്തിൽ ഇവിടെ ട്രയൽ ചെയ്ത കൂട്ടത്തിൽ നമ്മുടെ വള്ളക്കാർക്കാണ് സമയം കുറച്ചെടുത്തിരിക്കുന്നത്, ഏറ്റവും മിനിസ്വാതിരിക്കുന്നത്. ആ സമയത്ത് പരാജയത്തിന്റെ കാരണം ടീമിന് ഐക്യമെല്ലാം ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ ടീമിന് ശക്തി കുറഞ്ഞു പോയി. 12 ജലോത്സവങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. കായിക താരങ്ങൾക്കും ബോട്ട് ക്ലബ്ബുകൾക്കും ന്യായമായ സാമ്പത്തിക സഹായം കിട്ടുന്ന രൂപത്തിലാണ് അത് ആവിഷ്കരിച്ചിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് UBCക്ക് ഒഴിഞ്ഞു പോകേണ്ടി വന്നു, അല്ലെങ്കിൽ അവർ അയോഗ്യരായി മാറുന്ന സ്ഥിതി ഉണ്ടായി. കഴിഞ്ഞ പ്രാവശ്യം അവർ നെഹ്റു ട്രോഫിയിൽ മത്സരിച്ചപ്പോൾ ഒരു പരാതി കൊടുത്തിട്ട് പറയുകയാണ്, ഞങ്ങൾ തുഴയില്ല. പരാതി കൊടുത്താൽ അത് പരിശോധിക്കാൻ യൂറി ഓഫ് അപ്പീലുണ്ട്, അവർക്കത് പരിശോധിക്കാം. പരിശോധിച്ച് ഉചിതമായ തീരുമാനം അവരെടുക്കും. അത് കാത്തിരിക്കാതെ വള്ളംകളി ബഹിഷ്കരിച്ചതിൻ്റെ പേരിൽ ചാമ്പ്യൻസ് സ്പോർട്ട് ലീഗിൽ നിന്ന് കഴിഞ്ഞ മത്സരത്തിൽ ഒഴിവാക്കപ്പെട്ടു ഒരു ടീമാണ് ഈ ടീം. വലിയ അസംതൃപ്തിയാണ് ഈ നാട്ടിൻപുറത്തുണ്ടായത്. 11 മത്സരങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ നേടാൻ സാധ്യതയുള്ള മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു ടീമാണ് കൈനകരി UBC. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഒരു മത്സര കേന്ദ്രത്തിൽ നിന്ന് ചാമ്പ്യൻസ് സ്പോർട്ട് ലീഗിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ ഓരോ മത്സരത്തിൽ നിന്ന് 1-ാം സ്ഥാനത്ത് എത്തുന്ന വള്ളത്തിന് 9 ലക്ഷം കിട്ടുന്നത്, 2-ാം സ്ഥാനത്ത് എത്തുന്ന വള്ളത്തിന് 7 ലക്ഷമാണ്. എല്ലാ വള്ളങ്ങൾക്കും 4 ലക്ഷം ബോണസ് കിട്ടുന്ന വലിയ ഒരു സംവിധാനമാണ് ചാമ്പ്യൻസ് സ്പോർട്ട് ലീഗിലൂടെ ഒരുക്കിയിരിക്കുന്നത്. അതിൽ പോലും പങ്കെടുക്കാതെ അയോഗ്യ നേടിയൊരു ടീമായി കൈനകരി UBCയെ കൊണ്ട് എത്തിച്ച സംഘാടകരെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായിട്ടുള്ള പ്രതീക്ഷയാണ്. അതിൻ്റെ ജനാധിപത്യപരമായിട്ടുള്ള സ്വഭാവം നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങേയറ്റം ഖേദകരമാണ്. ഈ നാട്ടിലെ ജനങ്ങൾക്കത് സഹിക്കാൻ പറ്റുന്നില്ല. അവർ പലരും എന്നോട് പറയുകയാണ്, തിരിച്ചു വന്ന് ഇതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുക. എനിക്കിപ്പോൾ അത് പറ്റില്ല. ഞാൻ നെഹ്റു ട്രോഫിയുടെ ചീഫ് കോർഡിനേറ്ററാണ്, ചാമ്പ്യൻസ് സ്പോർട്ട് ലീഗിൻ്റെ ടെക്നിക്കൽ കമ്മിറ്റി മെമ്പറാണ്. അങ്ങനെ ഒരാൾക്ക് വീണ്ടും ഒരു ക്ലബിൻ്റെ ചുമതല ഏറ്റെടുക്കാൻ പറ്റത്തില്ല. എന്നോട് പലരും പറയുകയാണ്,
CK തിരിച്ചു വന്ന് ഇതിൻ്റെ ചുമതല ഏറ്റെടുക്കും എന്ന് പറയുന്ന ഘട്ടം വരെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ്. ഇത്തവണ ഫാൻസാണ് തുഴയുന്നത്. ജയിക്കോ തോക്കോ അത് വേറെ പ്രശ്നം. പക്ഷേ ക്ലബിൻ്റെ ജനാധിപത്യ സ്വഭാവം തകർത്തിരിക്കുകയാണ് ഇവിടെ. അങ്ങേറ്റം പ്രതിഷേധകരമാണ്. ഈ UBC കൈനകേരി ഇപ്പോൾ വരും വർഷം ഇപ്പോൾ FC അല്ലാതെ UBC കൈനകേരി തന്നെ കളിക്കുവാണെങ്കിൽ UBC കൈനകേരിയുടെ നേതൃത്വത്തിനും ആ ടീമിന് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്ന നിലയ്ക്കോ ഒരു ശാസന എന്ന നിലയ്ക്കോ പറയാനുള്ള എന്താണ്? ഉപദേശവും ഒരു അധികാരമുണ്ടല്ലോ നിങ്ങൾക്കൊക്കെ ശാസിക്കാൻ. അതുകൊണ്ട് ആ അർത്ഥത്തിൽ നമ്മൾ സ്വയം വെടിയണം. അല്ല നമ്മൾ ആരും ആരുടെയും വലിപ്പം പറഞ്ഞ് നടന്നിട്ട് യാതൊരു കാര്യമില്ല. എളിമപ്പെടണം. എളിമപ്പെടണം. എന്നാലും നടക്കത്തുള്ളൂ. ഏത് കാര്യത്തിനും വിജയിക്കണമെങ്കിൽ എളിമയിലൂടെ തെളിമ. ലാറസ് സാർ എപ്പോഴും പ്രസംഗിക്കുന്നവർക്ക് എളിമയിലാണ് മക്കളെ തെളിമ. അതാണ് എപ്പോഴും ആവശ്യം. നമ്മൾ എത്ര കണ്ട് എളിമപ്പെടുന്നു അത്ര കൊണ്ട് ഉന്നതനായിട്ട് പുരോഗമിക്കും. അങ്ങനെ തർക്കമൊന്നുമില്ല. നാളെയും ഇത് UBC തന്നെ നിലനിൽക്കും എന്ന് എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ട്. അത് പൂർണ്ണമായിട്ട് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്.